नमस्ते बच्चों, बीनास कॉम्पिटेटिव मास्टरी की 10वीं कक्षा की क्लास में सबका स्वागत। आज हम 10वीं कक्षा की दूसरा पाठ पढ़ने जा रहे हैं। हताशा से एक व्यक्ति बैठ गया था। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है यह। पहले कवि परिचय देखो। विनोद कुमार शुक्ल 1 जनवरी में 1937 में मध्य प्रदेश में जन्म हुआ था। അദ്ദേഹം എന്താണ് ജനിച്ചത്? വിനോദ് കുമാർ ശുക്ല 1 ജനുവരി 1937 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്। समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है। അദ്ദേഹം സമകാലീന ഹിന്ദിയില് കവി കഥാകാരൻ എന്ന നിലയിൽ വളരെ പ്രസിദ്ധനാണ്। അടുത്തത് നരേഷ് സക്സേന। നരേഷ് സക്സേന എന്നാണ് ജനിച്ചത്? 16 जनवरी 1931 में मध्य प्रदेश की ग्वालियर में जन्म हुआ था। അദ്ദേഹം എന്നാ ജനിച്ചേ? ജൂലൈ 16 1931 മധ്യപ്രദേശിലെ ഗ്വാളിയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്। നരേഷ് സക്സേന സമകാलीन हिंदी साहित्य क्षेत्र के विलक्षण कवि है। സമകാലീന ഹിന്ദി സാഹിത്യ ക്ഷേത്രത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കവിയാണ് നരേഷ് സക്സേന। പിന്നെയോ നാടക, ഫിലിംസ്, എഡിറ്റിംഗ് എന്നീ മേഖലകളിലും അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്। വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവി പരിചയം കൊടുത്തിട്ടുണ്ട്। അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? കവി പരിചയം വായിച്ചു നോക്കണം। ആദ്യം വിനോദ് കുമാർ ശുക്ലിന്റെ കവിത നമ്മുടെ കുറച്ച് പോർഷൻ ആയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്। ആദ്യം നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്। എല്ലാരും നോക്കിക്കോളൂ। പേജ് നമ്പർ 15 എടുക്കുക, നോക്കിക്കോളുക। हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था। എന്താണ് കവി ഇവിടെ പറയണേ? ഹതാശ സേ, ഹതാശ മീൻസ് നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി एक व्यक्ति बैठ गया था, ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു। വ്യക്തി को मैं नहीं जानता था, വ്യക്തിയെ मैं എനിക്ക് അറിയില്ല। ഹതാശ को जानता था, പക്ഷെ എന്തറിയാം? അദ്ദേഹത്തിന്റെ നിരാശ എനിക്ക് അറിയാം। इसलिए मैं उस व्यक्ति के पास गया, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? उस व्यक्ति के पास गया, ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു। मैंने हाथ बढ़ाया, ഞാൻ അദ്ദേഹത്തിന്റെ നേരെ കൈകൾ നീട്ടി। ഹാത്ത് കൈ, ബടായ നീട്ടുക, ഹാത്ത് ബടായ। मेरा हाथ पकड़कर वह खड़ा हुआ, ഹാത്ത് പകടന കൈകൾ പിടിച്ച, തന്റെ കൈകൾ പിടിച്ച അദ്ദേഹം എന്ത് ചെയ്തു? ഖടാ ഹുവ, എഴുന്നേറ്റ്, ഖടാ ഹുവ നിൽക്കുക, എഴുന്നേറ്റ് നിന്നു। मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था। എന്താണ് ഇവിടെ പറഞ്ഞത്? മുझे वह नहीं जानता था, എന്നെ അദ്ദേഹത്തിന് നഹി ജാൻതാ താ, എന്നെ അദ്ദേഹത്തിന് ജാന്ന അറിയുക, നഹി ജാന്ന അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷേ എന്തറിയാമായിരുന്നു? മേരാ ഹാത്ത് പകഡ്കർ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, എന്റെ കൈ പിടിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു। ഹം ദോനോ സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു? ഒരുമിച്ച് നടന്ന് പോയി। ദോനോ ഏക് ദൂസരെ കോ नहीं जानते थे, साथ चलने को जानते थे। दोनों ഞങ്ങൾ രണ്ടുപേർക്കും एक दूसरे को, ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും नहीं जानते थे, അറിയില്ലായിരുന്നു। साथ चलने को जानते थे, പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ അറിയാമായിരുന്നു। വളരെ ലളിതമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ കവി ഈ കവിത പറഞ്ഞിരിക്കുന്നത്। ഈ കവിതയ്ക്ക് നരേഷ് സക്സേന കൊടുത്തിരിക്കുന്ന ടിപ്പണിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്। എന്താണ് ഈ കവിതയിൽ പറയുന്നത്? ഒരു വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ നിരാശ എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നല്ലേ പറയുന്നേ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളാ। विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है। मौलिकता, तनिमा। വിനോദ് കുമാർ ശുക്ല അപ്പനി മൗലികത കെ സാത്ത്, അദ്ദേഹം വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയോടൊപ്പം തന്നെ
ഭാഷാക്ക് അൻഗണത കെ ലിയെ വിഖ്യാത ഹേ. ഭാഷയെ സൗന്ദര്യത്തോടു കൂടി എഴുതുന്നതിലും വിഖ്യാത. വിഖ്യാത മീൻസ് എന്താണ്? പ്രസിദ്ധൻ. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य के शिल्प के सिद्ध कवि की तरह दिखाई देते हैं. പിന്നെയോ इस कविता में ഈ കവിതയില് മൗലിക ഹോനെ കെ സാത്ത് ഹി മൗലികതയോടൊപ്പം തന്നെ വേ കാവ്യ ശില്പ കെ സിദ്ധ് കവി കാവ്യശില്പത്തിലെ സിദ്ധ് കവി എന്ന് വെച്ചാൽ എന്താണ്? സിദ്ധ് കവി കഴിവുള്ള ഒരു കവി എന്ന രൂപത്തിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് നോക്കിക്കോളൂ. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. कविता के अर्थ കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ് ഓർ സാഫ് ഹേ കി ഇത്തന സഹജ് മീൻസ് അങ്ങനെ വളരെ ലളിതമായിട്ടും സാഫ് ക്ലിയർ ആയിട്ടും കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ. വ്യാഖ്യ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുക. ദർക്കാർ മീൻസ് ആവശ്യകത. നഹി ഹേ എന്താണ്? ഇത്രയും ലളിതമായിട്ട് മനോഹരമായിട്ട് ഈ കവിത കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമൊന്നും ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य सरल ലളിതമായിട്ടുള്ളതാ വളരെ ലളിതമായിട്ടുള്ള വാക്യങ്ങളോട് കൂടിയ ഈ കവിത അപ്പന മർമ്മ കഹ്ദത്തെ ഹേ. മർമ്മം എന്ന് വെച്ചാൽ ആ കവിതയുടെ സാരാംശം, ആ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നു. അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണക്കാർക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന രീതിയിലാണ് ഈ കവിത കൊടുത്തിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. വ്യക്തിക്കോ मैं नहीं जानता था, हदाशा को जानता था. വ്യക്തിക്കോ मैं नहीं जानता था. വ്യക്തിയെ എനിക്ക് അറിയില്ല. ഹദാശാക്കോ जानता था. പക്ഷെ അദ്ദേഹത്തിന്റെ നിരാശ, ഹദാശ മീൻസ് നിരാശ, നിരാശ എന്താണെന്ന് എനിക്ക് അറിയാം. कहते हैं कि वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पदे, उम्र, ओहदे या जाति से जानने को जोड़ती है. व्यक्ति को मैं नहीं जानता था, हदाशा को जानता था. വ്യക്തിയെ എനിക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നിരാശ എന്താണെന്ന് എനിക്ക് അറിയാം. कहते हैं कि जानने की हमारी उस जानने पहचानी रूढ़ी എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ടുള്ള തോടുതേന പൊട്ടിയിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ? നമുക്ക് പരമ്പരാഗത അറിയാം. ജാന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അർത്ഥമുണ്ട്. എന്താ നമുക്ക് ജാന്ന? ഇപ്പൊ നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് നമ്മൾ ജാന്ന എന്ന് പറയുന്നതിന് നമ്മളൊരർത്ഥം നമ്മൾ വരച്ചിരിക്കുക. ഈ അർത്ഥത്തെ എന്ത് ചെയ്യാണ്? ഈ രൂഢീഗ്രസ്ത് അർത്ഥകോ തോട് ദേത്തി ഹെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ പരമ്പരാഗതമായ ഈ അർത്ഥത്തെ ഇവിടെ പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ് കവി. കവി എന്താണ് പറയുന്നത് നോക്കിയേ. ജാനി പെഹജാനി രൂഢിക്കോ തോട് ദേത്തെ ഹെ. ജാനി പെഹജാനി എന്ന് വെച്ചാൽ എന്താണ്? പരിചിതമായ അർത്ഥത്തെ, പരിചിതമായ ആ പരമ്പരാഗതമായ ആ അർത്ഥത്തെയാണ് ഇവിടെ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നത്. ജോ വ്യക്തിക്ക് നാം മീൻസ് നെയിം ആണ്. പതേന്ന് വെച്ചാൽ അഡ്രസ് ആണ്. ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്? ഏജ്. ഓഹദ എന്ന് വെച്ചാൽ എന്താണ്? പദവി. ജോഡിന ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇത് എന്തുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ജോ വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്, പിന്നെയോ വയസ്സ്, പദവി, ജാതി സെ ജാനനേക്കോ ജോഡി അറിയാമെന്നതിനെ എന്തുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്, പദവി എന്നിവയുമായാണ് ജാനന എന്ന് പറയുന്ന അർത്ഥത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते थे. കവി എന്ത് പറയുന്നേ നോക്കിയേ. യദി ഹം ഒരു നമ്മള് കിസി വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉസ്കി ഹതാശ അദ്ദേഹത്തിന്റെ ഹതാശ നിസ്സഹായ അവസ്ഥ, നിരാശ എന്ന് വെച്ചാൽ എന്താണ്? നിരാശ തന്നെ. അസഹായതാക്കോ യാ ഉസ്കെ സങ്കട് സെ നഹി ജാനത്തെ തോ ഒരു വ്യക്തിയുടെ ദുർബലമായ കുറെ അവസ്ഥകൾ അല്ലെ, അദ്ദേഹത്തിന് അസഹായ അവസ്ഥ,
അദ്ദേഹത്തിന്റെ നിരാശ, ഹതാശ, സങ്കടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയൊന്നും നഹീം ജാനത്തെ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ, കുച്ച് നഹീം ജാനത്തെ, നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമ്മൾ ഒരാളുടെ പേരൊക്കെ അറിയാമെങ്കിൽ എനിക്കറിയാലോ, ആ ആളെ എനിക്കറിയാമെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും. പക്ഷെ നമ്മുടെ കവി ഇവിടെ പറയുന്നത് അതിലൊന്നും യാതൊരുവിധ കാര്യവുമില്ല. ഒരു വ്യക്തി നിരാശയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ കഷ്ടപ്പാടിലോ ഒക്കെ ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു മെന്റാലിറ്റി ഉണ്ട് എങ്കിൽ അതിനെയാണ് കവി ജാനന എന്ന് പറയുന്ന അർത്ഥം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സടക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है, उसे हमारी मदद की जरूरत है. എന്താ ഇവിടെ കവി പറയുന്നിരിക്കുന്നത്? സടക് पर घायल पड़े अपरिचित व्यक्ति പരിചയമില്ലാത്ത വ്യക്തിക്കോ देखकर क्या हम कह सकते हैं? സടക് पर റോഡില്, റോഡ്, ഘായൽ മുറിവ്. സടക് पर घायल पड़े अपरिचित व्यक्ति को देखकर, റോഡില് മുറിവ് പറ്റി കിടക്കുന്ന അപരിചിതനായ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? ക്യാ ഹം കഹത്തെ ഹെ, എന്താണ് നമ്മൾ പറയുന്നത്? ഹേ കി ഉസെ ഹം നഹീം ജാനത്തെ ഹെ, അദ്ദേഹത്തെ നമുക്ക് അറിയില്ല. വാസ്തവമേ ഹം ജാനത്തെ ഹേ കി, പക്ഷെ വാസ്തവത്തിൽ നമുക്ക് എന്താണ് അറിയാവുന്നത്? യഹ് വ്യക്തി മുസീബത്ത് മേ ഹെ, അദ്ദേഹം വളരെ ഒരു പ്രശ്നത്തിലാണ്, അദ്ദേഹം ഒരു ബുദ്ധിമുട്ടിലാണ് എന്ന് നമുക്ക് അറിയാം. ഉസെ ഹമാരി മദദ് ഹി ജറൂരി ഹേ, അദ്ദേഹത്തിന് മദദ് എന്ന് വെച്ചാൽ ഹെൽപ്പ്, ജറൂരി ആവശ്യമാണ്, അദ്ദേഹത്തിന് നമ്മുടെ ഹെൽപ്പ് ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാം. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനനേക്ക് യാദ് ദിലാത്തി ഹേ, ഈ കവിത എന്താണ് നമ്മളോട് പറയുന്നത്? മനുഷ്യക്കോ, മനുഷ്യനെ, മനുഷ്യക്ക് തരഹ, മനുഷ്യനെ പോലെ കാണാനാണ് നമ്മളെ യാദ് ദിലാത്തി ഹേ, ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യത്വമൊക്കെ പറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ കവിത വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് അല്ലേ? എന്താണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനനേക്ക് യാദ് ദിലാത്തി ഹേ, മനുഷ്യനെ നമ്മൾ മനുഷ്യനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കിക്കോ. कविता लगातार नहीं जानने और जानने की बयान करती जाती है. शिल्पी की इस बारीक कारीगरी को देखें. എന്താണ് പറയുന്നേ? കവിത ലഗാതാർ തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് നമ്മളോട് പറയണേ? എല്ലാ വരികളും ഉണ്ട്. ജാനത ഹെ, ജാനന, നഹീം ജാനന, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലെ? നഹീം ജാനന അറിയില്ല, ജാനന അറിയാം. ഈ ബയാൻ കർത്തി ജാതി ഹെ, നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ശില്പി ഇസ് ബാരിക് കാരിഗരിക്കോ ദേഖേ, ബാരിക് കാരിഗരി എന്ന് വെച്ചാൽ സൂക്ഷ്മമായ നിരീക്ഷണം അല്ലെ? ബാരിക് എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷ്മമായ അല്ലെ? ശില്പിക്ക് ഇസ് ബാരിക് കാരിഗരിക്കോ ദേഖേ, ശില്പത്തിന്റെ ഈ സൂക്ഷ്മമായ നിരീക്ഷണത്തെ നോക്കാം. വഹ മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में लोकगीत की स्थाई की तरह बार बार लौटता है. എന്താ കവി പറയണേ? വഹ മുझे नहीं जानता था, അദ്ദേഹത്തിന് എന്നെ नहीं जानता था, എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനേക്കോ जानता था, കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹീം ജാനത്തെ തെ, ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഏക് ദൂസരേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചല്ല ജാനത്തെ തെ, ഞങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് നടന്നു പോകാൻ അറിയാമായിരുന്നു. യഹ് നഹീ ജാനന ഔർ ജാനന കവിതാ മേ കിസി ലോകഗീത് കി തരഹ ബാർ ബാർ ലൗട്ടാ ഹേ. ലോകഗീത് എന്ന് വെച്ചാൽ നാടൻ പാട്ട്. നമുക്കറിയാം നാടൻ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഈരടികൾ ഇങ്ങനെ ആവർത്തിച്ച് വരും അല്ലെ? ഒരുപാട് നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടില്ല. വള്ളത്തിന്റെ പാട്ട്, അത് ഇത് കുറെ കേട്ടിട്ടുണ്ട്. ആ പാട്ടിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്തായിരിക്കും? അതിനകത്ത് നമുക്കാണെങ്കിലും ഫേവറേറ്റ് എപ്പോഴും പാടി കിടക്കുന്ന ഒരു കുറെ 2 ലൈൻസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ജാനന നഹീം ജാനന എന്ന് പറയുന്ന ഈ വാക്കുകള് എന്ത് ചെയ്തിരിക്കുന്നു? കവിതയില് ഒരു നാടൻ പാട്ടിലെ പോലെ ആവർത്തിച്ച് വന്നിരിക്കുന്നു.
गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है, याद नहीं आ रहा. എന്താണ് ഗദ്യമേ ലിഖി ഹുയി എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഗദ്യ രൂപത്തിൽ എഴുതിയിരിക്കുന്ന കിസി കവിതാമേ ഏതെങ്കിലും ഒരു കവിതയില് ലിറിക്കൽ ആ ഗീതാത്മകത, ലിറിക്സിന്റെ ആ ഗീതാത്മകത ബോധ്, ആ കാവ്യബോധം എന്ന് പറയുന്നത് എന്താണ്, ഇത്തിനി ഖൂബിക്കെ സാത്ത്, ഇത്ര മനോഹരമായിട്ട്, ഇത്ര മേന്മ നിറഞ്ഞ നല്ല മനോഹരമായിട്ട് വേറെ ഒരു കവിതയിലും കവി കണ്ടതായിട്ട് ഓർക്കുന്നില്ല. യാത് നഹി ആരഹ, അദ്ദേഹത്തിന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മുടെ ഈ കവിത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗദ്യ രൂപത്തിൽ എഴുതി കവിതയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും നിറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലും എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് നൽകുന്ന രീതിയിലുമാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത്രയും നല്ല മനോഹരമായ ഒരു കവിത, ഗദ്യ രൂപത്തിൽ എഴുതിയ കവിത ഹിന്ദിയിൽ ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे अब आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के साथ कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. जैसे किसी गजल में, ഇതുപോലെ ഏതെങ്കിലും ഒരു ഗസലില് ആഖിരി ശബ്ദക്കെ ആഖിരി ശബ്ദ എന്താണ്, ആഖിരി ഷേർക്കെ ആഖിരി ശബ്ദ, അവസാന വരിയിലെ അവസാന വാക്ക് ശ്രോതാവുങ്കി ജുബാൻ പർ, ശ്രോതാക്കളുടെ നാവിൽ, ജുബാൻ നാവ്, ജുബാൻ പർ ആപ്സെ ആപ് ജാത്താ ഹേ, ആപ്സെ ആപ് ആ ജാത്താ ഹേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ നല്ലൊരു ഗസൽ അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടാൽ എന്താ പറയുക, അതിന്റെ അവസാനത്തെ ആ വരികൾ എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പില് ഉണ്ട്. ആരെങ്കിലും പാടുവാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ അത് പാടാൻ ഭയങ്കര ടെൻഡൻസിയാണ് അല്ലെ. അപ്പൊ അതുപോലെ വൈസേഹി, അതുപോലെ ഈ കവിതയ്ക്ക് അന്തിമ ശബ്ദ, ഈ കവിതയുടെ അന്തിമ ശബ്ദ അവസാനത്തെ വരിയായിട്ടുള്ള ഏതാണ്, സാത് സാത് ഹി ചലന എന്ന് പറഞ്ഞ് ബന്ദ് ബാധ്യതി കവിത പാട് രോക് ദിയാ ജായ, റോക്കിന് നിർത്തുക, അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. എങ്ങനെ, സാത് സാത് ചലന എന്ന് പറഞ്ഞ് നിർത്തുകയാണ് എങ്കിൽ സുനിനെ വാല കേട്ടുകൊണ്ടിരിക്കുന്നവര് ഖുദ് സ്വയം എന്ത് പറയും, വാക്യ പൂരാക്കാർദ്ദേങ്ക, അവരെന്ത് ചെയ്യും, ആ കവിത ഫില്ല് ചെയ്യും. സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ജാൻതേത്തെ എന്നവര് കൂട്ടിച്ചേർക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഒരു ഗസലൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചില പാട്ട് ഗസൽ നല്ല ഏതെങ്കിലും ഒരു സിനിമാ പാട്ടാണെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് അറിയാം അല്ലെ, ചില പാട്ടിന്റെ ആ വരികളൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആരെങ്കിലും പാടി അതിന് പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ബാക്കി പൂർത്തീകരിച്ചിരിക്കും അല്ലെ. അതുപോലെ നമ്മുടെ സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞ് ആ പാഠഭാഗം നിർത്തുകയാണ് എങ്കിൽ പോലും അത് കേട്ടുകൊണ്ടിരിക്കും സുനിനെ വാലെ, ആ ശ്രോതാവ് എന്ത് ചെയ്യും, അത് ജാൻതേ എന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ജാൻതേ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അത്രയ്ക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും ഒരു കവിതയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളോടും കൂടിയാണ് ഈ കവിത ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നരേൻ സക്സേന പറയുന്നത്. യഹ് കവിത, പേജ് നമ്പർ 17 നോക്കുക. യഹ് കവിത जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. एक കവിത, ഈ കവിത ജാനന ശബ്ദ, ജാനന എന്ന് പറയുന്ന അർത്ഥത്തിന്റെ രൂഢിഗ്രസ്ത പരമ്പരാഗതമായ അർത്ഥത്തെ തന്നെ എന്താണ്, പൂരി തര ബദൽ ദേത്തി ഹെ, മൊത്തത്തിൽ തന്നെ ചേഞ്ച് വരുത്തിയിരിക്കുന്നു. സാധാരണ നമ്മൾ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്, ഒരാളെ അടുത്ത് കണ്ടിട്ടുണ്ട്, കുറെ തവണ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും പേരറിയപ്പില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ആ വ്യക്തിയെ എനിക്ക് അറിയാന്ന് നമ്മള് പറയും അല്ലെ. അപ്പൊ അതുപോലെയാണ് ഇവിടെ കവിയും പറയുന്നത്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह रही है. इस कविता की पहली 2 पंक्तियों में, ഈ കവിതയുടെ ആദ്യത്തെ 2 പങ്ക്തി, 2 വരിയിൽ തന്നെ കവി എന്ത് പറഞ്ഞിരിക്കണം, പൂരി തരഹ, എന്താണ് കവി ആ കവിതയിൽ ഉടനീളം പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ആദ്യത്തെ 2 വരിയിൽ തന്നെ കവി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. पूरी बात कह देते हैं. शेष पंक्तियों में उसे कहे गए कि उसे सखन और गहरा करती है. ബാക്കി വരികളിൽ അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്, ശേഷ പങ്ക്തിയോമേ ഉസെ കഹേ ഗയേ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് और सखन और गहरा करती है, ബാക്കിയുള്ള വരികളിലൂടെ അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ എന്ത് ചെയ്യുക,
ഊന്നി ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സഖൻ കർണ എന്ന് ഉറപ്പുള്ളതാക്കിയിരിക്കുന്ന ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ ഉൾക്കൊള്ളിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ये कविता की संदेश ये है कि दो मनुष्यों के बीच मनुष्यता का असहाय यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है. ഇവിടെ എന്താണ് കവി പറയുന്നത്? ദോ മനുഷ്യന്റെ ബീച്ച് ഇടയിൽ, രണ്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്താണ്? മനുഷ്യതാക്ക് എഹ്സാസ, മനുഷ്യത്വമാണ്. പിന്നെയോ മാനവീയ സംവേദന, മനുഷ്യത്വവും മനുഷ്യനോടുള്ള ഒരു സഹാനുഭൂതിയുമാണ് നമുക്ക് വേണ്ടത്. ജാൻകാരിയാം ജറൂരി നഹി ഹെ, മറ്റ് കാര്യങ്ങളൊന്നും ഇതിന് ഒരു ബാധകമേ അല്ല. അയാൾ ആരാണോ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതിന്റെ യാതൊരുവിധ ആവശ്യകതയും ഇല്ല. ഇവിടെ കവി എന്തുമാത്രമേ പറയുന്നുള്ളൂ? ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണ്, ഒരു കഷ്ടപ്പാടിലാണ് എങ്കിൽ, നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അറിയാമെന്നാണ് കവി ഇവിടെ പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നിന്റെയും ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ കുറച്ച് മനുഷ്യത്വം മാത്രം മതി എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിന്തു एक संदेश कविता में उपदेश की तरह नहीं आता है. എന്താണ് ഈ കവിതയില് ഇതൊക്കെ അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു ഉപദേശം പോലെ ഒരിക്കലും അല്ല. പിന്നെയോ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരത്തെ കുറിച്ചാണ് കവി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യത്വമാണ്. അതൊരിക്കലും ഉപദേശത്തിന് ഒരു ഉപദേശിക്ക് തറ നഹിഹെ, ഉപദേശം പോലെ ഒരിക്കലും അല്ല. ഇതാണ് നമ്മുടെ നരേഷ് സക്സേനയുടെ ടിപ്പണി. എല്ലാവർക്കും മനസ്സിലായോ? വളരെ ലളിതമായിട്ടാണ് കവി പറയുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്താണ്? മനുഷ്യത്വമാണ് ഉണ്ടാകേണ്ടത്. ഈ കാലഘട്ടത്തില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ് ഇത്. വിനോദ് കുമാർ ജിയുടെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ ടിപ്പണിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ എല്ലാവരോടും നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സിനെ കുറിച്ച് പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ, ലൈക്ക് ചെയ്യാൻ പറയാ, ഷെയർ ചെയ്യാൻ പറയാ. അതിനെല്ലാത്തിനും ഉപരി വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ നോട്ട്സ് അവൈലബിൾ ആണ് നമുക്ക്. അപ്പൊ നമ്മുടെ സൈറ്റിൽ കയറി അറിയാം, നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാം. അപ്പൊ നോട്ട്സ് വേണ്ടവർ പറയുകയാണെങ്കിൽ എല്ലാ കംപ്ലീറ്റ് നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.